ഹായ്. ഈ ചിത്രത്തിൽ കാണുന്ന പുള്ളിക്കാരൻ്റെ വൈഫ് മരണപ്പെട്ടു പോയി. സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. ഒരു ബാത്റൂമിൻ്റെ പുതിയ തരം വെറൈറ്റി ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചതാണ്. വാസ്തവത്തിൽ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആക്സിഡൻറ്റ് കാണുന്നത് കൊണ്ട് ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പറിച്ച് നടപ്പെടുകയാണല്ലോ. അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ക്ലോസറ്റിൽ നിന്ന് നേരെ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ക്ലോസറ്റ് എന്നതൊരു വലിയ പ്രശ്നമായിരുന്നു. റീസൺ മറ്റൊന്നുമില്ല, എനിക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഞാൻ കംഫർട്ടല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലേക്ക് കയറി ഏഷ്യൻ ക്ലോസറ്റ് ഇരിക്കുന്നത് പോലെ ഇരിക്കുമായിരുന്നു. ആ സീൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കാലൊന്ന് സ്ലിപ്പായാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. സെറാമിക് ആണ്, ബട്ട് സ്റ്റിൽ സ്ലിപ്പറിയാണ്. അപകടം ഉണ്ടാകാം. ബാത്റൂം നന്നായി വെള്ളം നിറഞ്ഞ് നടക്കുന്ന ഒരു പ്രതലമാണ്. അപ്പോൾ ഒരുപാട് അപകടവും ഡാമേജും ഒക്കെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗ്രാജ്വലി പിന്നെ ഇത് ഡേഞ്ചർ സോൺ മനസ്സിലാക്കിക്കൊണ്ട് അത് ശീലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ചില തട്ടവഴക്കങ്ങൾ മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം നമ്മുടെ നാട്ടിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അതൊരു ചോദ്യം. വേണമെന്നുള്ളവർക്ക് എടുത്താൽ മതി, അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സോ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ വ്യക്തിക്ക് ഭാര്യ നഷ്ടപ്പെടാനുള്ള കാരണം പുതിയൊരു വീട് പണിത വീടിൽ അദ്ദേഹത്തിന് പിന്നെ ഇതുപോലൊരു ക്ലോസറ്റ് നിർമ്മിക്കണമെന്ന് തോന്നി. ഈ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് പൊട്ടി താഴേക്ക് അവർ വീഴുകയാണ്. അതിൻ്റെ ചില്ല് പൊട്ടിത്തെറിച്ച് അവരുടെ ദേഹത്ത് കയറി അതിൽ നിന്ന് രക്തം വാർന്ന് അതിദാരുണമായ അന്ത്യം. ബാത്റൂമിൽ കിടന്ന് വിളിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ആരും കേട്ടിട്ടും ഉണ്ടാകത്തില്ല. കാരണം അറിയാമല്ലോ, ഫെസിലിറ്റീസ് കൂടുമ്പോൾ ആളുകളിൽ നിന്നുള്ള ദൂരവും കൂടും എന്നുള്ളതാണ് വസ്തുത. ഫെസിലിറ്റീസ് കുറയുമ്പോൾ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനും കൂടും. അത് നമ്മുടെ സേഫ്റ്റിക്ക് ഒരുപാട് ഉപകരിക്കുന്ന കാര്യമാണ്. പറയാനാണെങ്കിൽ ഇതൊരു വലിയ സബ്ജക്റ്റാണ്. പക്ഷേ ചെറിയ രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായുള്ള രീതിയിൽ നിർമ്മിച്ചാൽ നല്ലത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് ആ ഒരു മോഡൽ ഇവിടെ കൊണ്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തോന്നും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കുക. വീടുകൾ എന്തിനാണെന്ന് അറിയാമോ? സ്വസ്ഥമായി സമാധാനമായി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വന്നിരിക്കാനും സംവദിക്കാനും സമാധാനമായി കിടന്നുറങ്ങാനും ഉള്ളൊരു പ്രതലം അല്ലെങ്കിൽ ഒരു മീഡിയം. അതിനപ്പുറം അതിനൊരു ഭയങ്കര ഒരു സംഭവമാക്കി മാറ്റണമെന്ന്, മറ്റുള്ളവരെ കാണിക്കണമെന്നൊക്കെ തോന്നുന്ന രീതിയിൽ പല കോപ്രായങ്ങളും കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. റീസെൻ്റ്ലി മസ്തിഷ്ക ജ്വരത്തിൽ കൂടെ കുട്ടികൾ മരണപ്പെടുന്ന ഒരു രീതിയുണ്ട്. കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. അതിൻ്റെ കാരണം വെള്ളത്തിൽ കൂടെ പകരുന്ന ഒരുതരം പ്രത്യേക അമീബ, ഒരു കീടം, അത് തലയിലേക്ക് കയറുകയാണ്. അത് ക്ലോറിൻ ഉപയോഗിക്കാത്ത പൂളുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ് വരുന്നതെന്നാണ് ഒരു കിംവദന്തി പറയുന്നത്. കറക്റ്റാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറ്റിലും കുളത്തിലും ഒക്കെ കുളിക്കുന്ന കുട്ടികൾക്ക് വരുമെന്ന്. 6 കുളം പോലെയല്ല, 6 കുളം, ഈ കുളത്തിലടിയിലുള്ള ചെളി, അതിനകത്തുള്ള മീൻ, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൽ കൂടെ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശരീരത്തിന് ദോഷമാകുന്ന, മനുഷ്യജീവനോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്ക് ദോഷകരമാകുന്ന രീതിയിലുള്ള കീടങ്ങളെ കൊല്ലാൻ അതിന് തത്തുല്യമായ പ്രകൃതിക്ക് നിരക്കുന്ന രീതിയിലുള്ള വേറെ അവതരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് ടാലിയായി അടിച്ചു നിൽക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ഒന്നും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കുളങ്ങളിലോ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആറുകളിലോ ഉണ്ടാവില്ല. ഒഴുക്ക് വെള്ളത്തിൽ കൂടെ നമ്മൾ തുണി കഴുകും, അതേ വെള്ളത്തിൽ നമ്മൾ കുളിക്കും. എന്താ ലോജിക്ക്? ഒഴുക്ക് വെള്ളമാണ്. അപ്പോൾ ആ ഒഴുക്കിൽ ഇത് കൊണ്ടുപോകും. ഒരു പരിധി വരെ വെള്ളം നമ്മളെ ശുദ്ധം ചെയ്യുമെന്നുള്ള ഇതിലാണ്. തീർച്ചയായിട്ടും അതിനകത്ത് അശുദ്ധിയുണ്ട്. ഈ ഒഴുക്ക് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളൊരു വീട്ടിനകത്തൊരു കുളം ഉണ്ടാക്കി അതിനകത്തേക്ക് മലിന വെള്ളം കെട്ടി നിർത്തുകയാണ്. ആ കെട്ടി നിർത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് തള്ളിയിടുക. പിന്നെ കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ല, അവരറിയാതെ യൂറിൻ പാസ്സാകും. അതൊരു ക്ലീൻ സർഫേസ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമുക്ക് എൻജോയ്മെൻ്റ് ഒക്കെ തോന്നും. പക്ഷേ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ കൃത്യമായ രീതിയിലുള്ള ശുചിത്വം അവർ കൈവരിക്കുന്നുണ്ടോ, അവരിതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ, ഈ വാട്ടറൊക്കെ വീണ്ടും നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും കൃത്യമായ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാം. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നു, കുട്ടികളെ അങ്ങോട്ട് തള്ളിയിടുന്നു. അതിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ തന്നെ ഇല്ലാതാകുന്നൊരു രീതിയുണ്ട്. ഇതൊരു ഒരുപാട് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കരുവാക്കി കൊടുക്കരുത് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇത്. നമ്മുടെ വീടുകളിലും ഇപ്പം സ്വിമ്മിംഗ് പൂൾ എന്നൊരു സിസ്റ്റമുണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് മറ്റുള്ള വീടുകളെ കണ്ട് കോപ്പി അടിക്കുന്നവരോട് പറയുന്നതാണ്.
അവർക്ക് അതിൻ്റെ മാനദണ്ഡങ്ങൾ അറിയാം. അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നറിയാത്തവർ ഉപയോഗിക്കാതിരിക്കാം. പലരും കോപ്പി ഐഡികളാണ്. വിദേശ രാജ്യങ്ങളെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വിദേശ രാജ്യ മോഡലുകൾ ഇവിടെ കൊണ്ടുവന്ന് കണ്ടംപററി സ്റ്റൈൽ വീടൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കോപ്പി ഐഡി നടത്തുന്നുണ്ട്. ആ നാട്ടിൻ്റെ രീതി വേറെ, അവിടുത്തെ ക്ലൈമറ്റ് വേറെ. ആ ക്ലൈമറ്റിന് അനുസൃതമായ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. വുഡ് കൊണ്ടാണ് അവിടെ ഹൗസ് കൊണ്ട് ഉണ്ടാക്കുന്നത്. മിക്കവാറും UK ഒക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വുഡൻ ഹൗസാണ്. എന്തുകൊണ്ടാണ്? തടി തണുപ്പിനെ റെസിസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തും. അതേ സാധനം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അല്ല. ഇവിടുത്തെ കാലാവസ്ഥ ഡിഫറൻ്റ് ആണ്. നന്നായി മഴ കിട്ടുന്ന ഒരു ഏരിയയാണ്. അതേപോലെ കഠിന ചൂട് വരുന്നതാണ്. ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ തന്നെ നമ്മളിവിടെ കീപ്പ് ചെയ്യണം. ഇനി നമ്മുടെ നാട്ടിന് ഏറ്റവും പറ്റിയത് ഓല മേഞ്ഞ വീടുകളാണ്. ഏറ്റവും കംഫർട്ട് അതാണ്. എല്ലാ വർഷം തോറും ഇതിൻ്റെ ഇതുണ്ടാകും. ഓല റിമൂവ് ചെയ്യുക, വീണ്ടും കയറ്റുക. അന്നത്തെ കാലത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഓല മാറ്റുന്ന ഈ ഒരു ഇത് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങളും കൂടെ വന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്നാണ് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവർ ചെയ്തു കൊടുക്കും. ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പ്രതിഫലം എന്ന രീതിയിൽ. ഓരോ വീടുകളിൽ നടക്കുമ്പോഴും ഈ വീട്ടിലാരും അവിടെ പോയി അങ്ങനെ ചെയ്യും. അന്ന് ഉണ്ടായിരുന്ന ഒരു ഗ്രാമാന്തരീക്ഷം ഇന്നില്ല. ഇന്ന് എല്ലാവരും വേറെന്തിനോ പിറകെ പോവുകയാണ്. നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിനനുസൃതമായി നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു. ഏതെങ്കിലും വീട്ടിൽ ഫാന് പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. രാജാക്കന്മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥ. ഫാന് പോലും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ജീവിച്ചു. പക്ഷെ നമുക്കിപ്പോൾ AC ഇല്ലാണ്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ നമ്മളുടെ കാലാവസ്ഥകൾക്കനുസരിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്താതെ പകരം നമ്മൾ എന്തിൻ്റെയോ പിറകെ പോയി നമ്മുടെ നാടും എന്തിൻ്റെയൊക്കെയോ നടന്ന് നീങ്ങുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പേര് കേട്ട ഈ നാട്ടിൻ്റെ രീതിക്ക് നമ്മൾ ബിൽഡിങ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്ര എക്സ്പെൻസ് വരത്തില്ലായിരുന്നു. കാം ആൻഡ് ക്വയറ്റ്, ശുദ്ധവായു, ശുദ്ധമായ ഭക്ഷണം ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അതൊക്കെ ഇല്ല. എല്ലാം ആർട്ടിഫിഷ്യൽ സാധനങ്ങളുടെ പിറകെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഈ പറഞ്ഞ സാധനം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയെങ്കിൽ, അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു നാടിൻ്റെ സംഗതികൾ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ള ബ്രില്യൻസ്, അവിടെയുള്ള വർക്ക് സോഴ്സ് ചെയ്തു കൊടുക്കുന്ന ഫെസിലിറ്റീസ് അത് നമുക്ക് ഇവിടെയും ഉറപ്പുവരുത്തണം. ഫിക്സിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഫിക്സിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ തന്നെ തട്ടി താഴെ വീഴുമ്പോൾ ഏറ്റവും ചീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് പൊട്ടി അങ്ങോട്ട് ചിതറിയിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് ക്വാളിറ്റീഡ് ആണെങ്കിൽ പോലും പൊട്ടിച്ചിതറാം. ഹൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇനി മേൽക്കൊണ്ട് ഇത് ചെയ്യുന്നവർ 100% ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇത്തരം മെറ്റീരിയലുകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഏജ്ഡ് ആയ വീട്ടമ്മമാർ കുറച്ച് ഫാറ്റി ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ തക്ഷകൻ്റെ കൂടെ ചലഞ്ച് ചെയ്ത ഒരു രാജാവിൻ്റെ ഓർമ്മയില്ലേ? ഏതിനകത്ത് കയറിയിരുന്നാലും മരണം നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. നമുക്കതിനെ എതിർക്കാനോ വിലക്കാനോ പറ്റത്തില്ല. പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കുമില്ലേ എന്നുള്ളതാണ്. മരണമാണെങ്കിൽ പോലും ഇതുപോലെ ആരും സപ്പോർട്ടില്ലാതെ ആ ബാത്റൂമിൽ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞ് അത്രയും ദാരുണമായി മരണപ്പെടേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവത്തില്ലല്ലോ. സോ ഇത് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇദ്ദേഹം അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യം, മുന്നോട്ട് പോകട്ടെ. കോമ്പൻസേഷൻ കിട്ടിയിട്ട് കാര്യമില്ല, കാരണം നഷ്ടപ്പെട്ടത് വിലപ്പെട്ടൊരു ആളാണല്ലോ. അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു കോമ്പൻസേഷൻ നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അപ്പോൾ കേസ് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇനിയും വീടുകൾ അവർ നിർമ്മിക്കാം, ഇനിയും ആ പ്ലംബർ ഇതേ ക്രയവിക്രയങ്ങൾ നടത്താം, ഇനിയും ജീവനുകൾ അപഹരിക്കപ്പെട്ടേക്കാം. അപ്പോഴും ഞാൻ പറയുന്നു, നമ്മളൊരു വിഷയം കോപ്പി ചെയ്യുമ്പോൾ നമ്മളെന്ന വ്യക്തിത്വവും നമ്മളുടെ ജീവിത സാഹചര്യവും നമ്മുടെ കാലാവസ്ഥയും നമ്മളുടെ നാടിനെയും അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കോപ്പി അടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ തന്നെ ഇകഴ്ത്തുകയാണ്. നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏത് മേഖലയായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് ഇടയിൽ പരക്കുന്ന ഈ ഒരു കീടാണു മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർ പല ബഹളങ്ങളും വയ്ക്കും. ഇത്തരം പൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുക. കുട്ടികളെ പൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒന്നുകൂടെ ആലോചിക്കുക. തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണ്. അതിന് ത്രാസി തൂങ്ങുന്ന കണക്കുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു ബാക്ടീരിയ ഇവിടെ ഇറങ്ങിക്കിടക്കുന്നുണ്ട്, അത് തീവ്രമാണ്, പ്രശ്നമാണ്. ശരിക്കും വിജിലൻ്റ് ആവുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. സുരക്ഷിതമായി
അവരെ കീപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർക്ക് മനസ്സിലാകത്തില്ല, അവർ വെള്ളം കാണുമ്പോൾ തുള്ളും, വിടരുത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ ഭയങ്കര സീരിയസ് ആണ്. ഒരു കുട്ടിയുടെ മരണം അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും സ്മാർട്ടായ ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ദൈവമേ എന്നായിരുന്നു. ഏതായാലും നല്ലത് നടക്കട്ടെ. ഈ ഒരു വിഷയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഇതുപോലുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്ലംബറെയോ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടറെയോ ഒന്നും കൂടെ വിളിച്ചിട്ട് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ലെവൽ ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. കാരണം ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഇതിൽ അയാളെ സംശയിക്കാം, ഒരുപാട് പ്രശ്നങ്ങളിൽ അയാൾ പോകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിലും എവിടെയോ ആ ഒരു ബാത്റൂം ആക്സസറി കൊണ്ടാണ് ആ മരണം സംഭവിച്ചത് കൊണ്ട് നിർബന്ധമായും എല്ലാവരും ആരെങ്കിലും ഇതുപോലത്തെ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഒന്നും കൂടെ ഉറപ്പ് വരുത്തൂ പ്ലീസ്. നഷ്ടങ്ങൾ വളരെ വലുതാണ്. ആ നഷ്ടങ്ങൾ വരാതിരിക്കാൻ നമ്മളും കൂടെ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നഷ്ടത്തിൽ ഞാനും അത്യധികം വേദനിക്കുന്നു. സ്മരണാഞ്ജലികൾ. താങ്ക് യു സോ മച്ച്.